ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ പെപ്പേഴ്സ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മഫിൻസ് ആണ്. അതിൻ്റെ പേരാണ് ക്യാരറ്റ് റൈസിൻസ് മഫിൻസ്. അപ്പോൾ ക്യാരറ്റും റൈസിനും ഇത് രണ്ടുമാണ് ഈ മഫിൻസിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ക്യാരറ്റ് റൈസിൻസ് മഫിൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ മാവ്. ഇത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം 2 കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു കപ്പാണ് അതിൻ്റെ അളവ്. ഇതിൽ 2 കപ്പ്. മഫിൻസിനും മധുരമുള്ളതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പോളം വരുന്ന ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, 1 കപ്പ് പാൽ, 2-3 തുള്ളി വാനില എസൻസ്, ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര്, കുറച്ച് റൈസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി. ഇത് നമ്മൾ മാവിൽ ചേർത്താണ് മഫിൻസ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ മഫിൻസിൻ്റെ പേര് ക്യാരറ്റ് റൈസിൻസ് മഫിൻസ് എന്ന് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം മൈദപ്പൊടിയിൽ കുറച്ച് ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് വയ്ക്കും. മഫിൻസിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ബൗളിൽ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർക്കുക. അതായത് ഓയിൽ, എടുത്തു വച്ചിരിക്കുന്ന ഓയിൽ ചേർക്കുക. അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓയിലും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റ് ഇതിപ്പോൾ ഒരു കപ്പോളം ഉണ്ട്, അത്രയും ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റും ഓയിലും പഞ്ചസാരയും നല്ലോണം മിക്സായിട്ട് വരുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ഒരു കളറ് തന്നെ നല്ല ഓറഞ്ച് കളറായിട്ട് നല്ല ഗ്ലേസിങ് ആയിട്ട് വരുന്നുണ്ട്. പഞ്ചസാര നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട് ക്യാരറ്റുമായിട്ട്. ഇപ്പോൾ ഈ കൂട്ട് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ മൈദപ്പൊടി ഒന്ന് ഇടഞ്ഞിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി അയക്കാനായിട്ട് കുറച്ച് പാല് ചേർത്ത് കഴിഞ്ഞപ്പോൾ മഫിൻസിനുള്ള മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇടഞ്ഞ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരുന്ന മൈദപ്പൊടി മുഴുവനും ഇടഞ്ഞ് ഈ കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഹാൻഡ് വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പാറ്റില എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പാലൊഴിച്ചിട്ട് ഞാൻ ഈ മാവൊന്ന് അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 കപ്പ് മാവും 2 കപ്പ് മൈദപ്പൊടിയും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇച്ചിരി കട്ടിയായിട്ട് കിട്ടണം, ഒരുപാട് ലൂസായി പോകരുത്. എപ്പോഴും കേക്കും മഫിൻസും ഒക്കെ ബേക്ക് ചെയ്യുമ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയായിട്ട് വേണം, ഇതുപോലെ കട്ടിയായിട്ട് വേണം ഇരിക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റൈസിൻസ് എടുത്തു വെച്ചിരുന്നു. അത് ശകലം മൈദപ്പൊടിയിൽ മിക്സ് ചെയ്താണ് വെച്ചിരുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൈസിൻസ് മാവിൽ ഇടുമ്പോഴേക്കും അത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു എഗ്ലെസ് മഫിൻസ് ആണ്.
ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി നാരങ്ങ നീരും വാനില എസൻസും കൂടെയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ വാനില എസൻസ് ഒരു 2-3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. മതിയാവും. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ മഫിൻസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു ഗ്രേറ്റഡ് പീസസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ കിടക്കും. അല്ലെങ്കിൽ മഫിൻസിൽ ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓറഞ്ച് പീസസ് കിടക്കുന്നത് കാണാൻ ക്യാരറ്റിൻ്റെ പീസസ് കിടക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ റൈസിൻസും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. ഇനി ഇതിലേക്ക് നാരങ്ങ നീരും കൂടെ ചേർക്കാം. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ നാരങ്ങ നീരും കൂടെ ചേർക്കുകയാണ്. നമ്മൾ മുട്ട വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പാലും നാരങ്ങ നീരും ഒഴിവാക്കി മുട്ട ചേർത്താൽ മതിയാകും. ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മഫിൻസിനായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ സി ഡയറക്ഷനിലൊന്ന് എപ്പോഴും ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ക്യാരറ്റ് റൈസിൻസ് മഫിൻസിനായിട്ടുള്ള ബാറ്റർ ഇവിടെ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. മഫിൻസ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ആദ്യം ഓവൻ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ബേക്ക് ഓപ്ഷൻ കൊടുക്കുക. ഞാനിത് 350 ഫാരൻഹീറ്റിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക 350 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതൊരു 10-15 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം മാവിൻ്റെ കൂട്ട് വെച്ചിട്ട് മഫിൻസ് തയ്യാറാക്കി എടുക്കാൻ. ഓവൻ പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മഫിൻസിൻ്റെ ബാറ്റർ മഫിൻ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മോൾഡ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മഫിൻ പാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് മഫിൻ പാൻ. ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മഫിൻസ് അല്ലെങ്കിൽ കപ്പ് കേക്ക്സ് പാൻ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ മോൾഡിൻ്റെ ബേസിൽ ഒന്ന് വെജിറ്റബിൾ ഓയിൽ തടവിയിട്ട് അതിൽ ഈ ഒരു വാക്സ് പേപ്പറിൻ്റെ ലൈനേഴ്സ് വെച്ചിരിക്കുകയാണ്. വാക്സ് പേപ്പർ എന്ന് പറയുന്നത് ഇതാണ് വാക്സ് പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ. ഇത് സ്റ്റോഴ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഓയിൽ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് പകരം നമുക്ക് കപ്പ് കേക്ക് ലൈനേഴ്സ് എന്നും പറഞ്ഞ് സ്റ്റോഴ്സിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് മഫിൻസ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പാൻ അത്യാവശ്യമാണ്. മഫിൻസ് പാൻ അല്ലെങ്കിൽ കപ്പ് കേക്ക് പാൻ. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു സ്പൂണിലാണ് ഒഴിക്കുന്നത്. ഒരു 2-3 സ്പൂണോളം മതിയാവും ഓരോ മോൾഡ്സിലും. ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊരു 3/4 ഫില്ല് ചെയ്താൽ മതിയാവും. ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ബേക്ക് ആകുമ്പോഴത്തേനും ഈ മാവ് നല്ലോണം പൊങ്ങി വരും. അപ്പം നമ്മൾ ഒരുപാട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പൊങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടാകത്തില്ല. അപ്പോൾ മഫിൻ്റെ എല്ലാ മോൾഡ്സിലും ഇപ്പോൾ മഫിൻ്റെ ബാറ്റർ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേനും ഇതിൽ നിന്ന് കുറേ എയർ ബബിൾസ് ഇങ്ങനെ പോകും. ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഫിൻസിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചൂടായ ഓവനിലേക്ക് മഫിൻസിൻ്റെ പാൻ
വെച്ച് കൊടുക്കാം. ഓവൻ്റെ സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കുക. ഇതിനി ഇവിടെ ഇരുന്ന് ഒരു 20-25 മിനിറ്റ്സോളം ബേക്ക് ആവട്ടെ. ഇപ്പോൾ മഫിൻസ് ഒന്ന് ബേക്കായി വരുന്നുണ്ട്. മഫിൻസ് ബേക്കായോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ഈ സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് തിരിച്ചെടുക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്, അപ്പോൾ മഫിൻസ് നല്ല ബേക്കായിട്ടുണ്ട്. ഇതിപ്പം നമ്മളിങ്ങനെ ഈ സ്ക്യൂവർ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിലിങ്ങനെ ബാറ്റർ ഉണ്ടെങ്കിൽ അതിനർത്ഥം കുറച്ചുകൂടെ ബേക്ക് ടൈം വേണ്ടി വരുമെന്നാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ മഫിൻസ്. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്യാരറ്റ് റേസിൻസ് മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് ഓവനിൽ നിന്ന് വെളിയിലേക്ക് എടുക്കുകയാണ്. ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് മഫിൻസിൻ്റെ മാവ് ഇതുപോലെ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുക. അടുത്ത സെറ്റ് മഫിൻസിനായിട്ടും കൂടെ നമുക്ക് ഈ മാവ് മോൾഡ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഈ റേസിൻസ് ആഡ് ചെയ്തിരിക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കൈവശം റേസിൻസ് ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അതൊരു എക്സ്ട്രാ ഡെക്കറേഷൻ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ കുറച്ച് റേസിൻസ് ഇട്ടത്. ഇപ്പോൾ ക്യാരറ്റ് മാത്രമായിട്ട് ആണെങ്കിലും നമുക്കിതുപോലെ മഫിൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ ബേക്ക് ചെയ്തതുപോലെ ഓവനിൽ 350 ഫാരൻഹൈറ്റിൽ ചൂടായി കിടക്കുന്ന ഓവനിൽ വെച്ച് ഒരു 25-30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. സെക്കൻഡ് സെറ്റ് ഓഫ് ക്യാരറ്റ് റേസിൻസ് മഫിൻസും ഇവിടെ തയ്യാറായി. ഇതിപ്പോൾ ഞാൻ എടുത്ത അളവിലാണെങ്കിൽ ഒരു 12 മഫിൻസോളം കിട്ടിയിട്ടുണ്ട്. ഇത് എഗ്ലെസ് മഫിൻസ് ആണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ആ പെർഫെക്റ്റ് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് നല്ലൊരു അടിപൊളി മഫിൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ബ്രഞ്ച് ആയിട്ടൊക്കെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു മഫിൻസ് ഞാനെടുത്ത് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെ ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വാക്സ് പേപ്പർ ആദ്യം ഇങ്ങനെയൊന്ന് നീക്കുക. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോഴേക്കും ഇതിനകത്ത് കണ്ടോ ക്യാരറ്റിൻ്റെയും റൈസിൻസിൻ്റെയൊക്കെ ഫില്ലിങ് അതുപോലെ വന്നിട്ടുണ്ട്. നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഇതുപോലെ കിട്ടും. സോ ഇനി അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും തൽക്കാലത്തേക്ക് ഗുഡ് ബൈ. താങ്ക് യു.